അപ്പോൾ സോഷ്യൽ സ്കിൽസ് ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ ഇന്ററാക്ട് ചെയ്യാനും കടയിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺസ് വീട്ടിൽ ആൾക്കാർ വരിക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ആരുടെയെങ്കിലും വേറെ പുറത്ത് എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇവര് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവർ റോങ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരിടത്ത് ചെന്നിട്ട് വേറൊരു കുട്ടിയുടെ ബലൂൺ തട്ടിപ്പറിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് റൂഡായിട്ട് പിള്ളേർ പെരുമാറുവാണെങ്കിൽ നമ്മൾ പയ്യെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനല്ല, അവർക്കും സങ്കടം ഉണ്ടാവും. അപ്പൊ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെയും കൂടെ കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞ്, ഇത് പബ്ലിക്കലി ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ മാറ്റി നിർത്തി പറയണം, അല്ലെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് വേറൊരാൾ ചിന്തിക്കുന്ന രീതിയും കൂടെ ഇവരോട് ചിന്തിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളോട് ആരെങ്കിലും റൂഡായിട്ട് ബിഹേവ് ചെയ്ത് അത് ആ കുട്ടി അങ്ങനെയാണ്, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ സാരമില്ല, നമുക്ക് വിഷമമായി, പക്ഷെ അത് സാരമില്ല എന്ന് പറഞ്ഞ് കുറെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം, ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, ഇവർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടോ, അപ്പൊ അത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം. വിഷമായോ, അപ്പം ഇവരെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊന്നും പറയത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ അതെന്താന്ന് ചോദിച്ച് അതിന് വിഷമമുണ്ടോ, അപ്പൊ അതിനെന്താ, ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മളത് എടുക്കേണ്ട ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങോട്ട് ഹേർട്ടായെങ്കിൽ സാരമില്ല, നമുക്ക് വേറെ നമുക്ക് നോക്കാം, അല്ലെ ഇത് മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, അതായത് അവർക്കൊരു പിന്നീട് ഒരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എംബാരസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ കളിക്കാൻ പോകുമ്പോൾ അത്യാവശ്യം എല്ലാ കുട്ടികളുടെ അടുത്തും കളിക്കട്ടെ, എല്ലാവരുടെ അടുത്തും സംസാരിക്കട്ടെ എന്നുള്ളൊരു ഇച്ചിരി ലിബറൽ ആയിട്ട് വരെ വിടണം പുറത്ത് പോകുമ്പോൾ. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ അവർ നോക്കി ഡീൽ ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പൊ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, അവരോട് ഇരിക്കാൻ പറയും, അവർക്ക് വെള്ളം കൊടുക്കും. അപ്പൊ അതൊക്കെ അത്യാവശ്യം വലുതായി കഴിയുമ്പോൾ പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല, ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവരെ നിർബന്ധിക്കാനേ പാടില്ല, അത് കുറച്ചും കൂടെ പ്രശ്നമാവത്തേ ഉള്ളൂ. ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചവർ റൂമിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒട്ടും പറ്റത്തില്ല എന്നുള്ള മട്ടിലല്ല. ആദ്യമേ ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ മിക്കവാറും പിള്ളേർ നമ്മുടെ കൂടെ വന്ന് ഇവിടെ ഇരിക്കും. അപ്പൊ അവരോട് ഓടി അകത്ത് പോകാനല്ല പറയണ്ട, അവരോട് ഇരുന്നോട്ടെ, അവർ അഭിപ്രായം പ്രകടിപ്പിച്ചോട്ടെ, അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, വരുന്ന ഗസ്റ്റിനോട്ടാണെങ്കിൽ സംസാരിച്ചോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ കറക്റ്റ് ചെയ്യരുത്. അപ്പം മോളെ ഇനി വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടോ, അല്ലെങ്കിൽ ഇവർ പോയതിനു ശേഷം മാത്രമേ കറക്റ്റ് ചെയ്യാവുള്ളൂ. പയ്യെ ഇവർക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് വീട്ടിൽ വരുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. വീട്ടിൽ മീൻകാരൻ വരികയാണെങ്കിൽ, പത്രക്കാരൻ വരികയാണെങ്കിൽ, ആമസോണിന്റെ ഡെലിവറി ആള് വരികയാണെങ്കിൽ വാങ്ങിക്കാനൊക്കെ ഇവരെ തന്നെ വിടുക. അപ്പൊ പയ്യെ ചെറിയൊരു നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ കേട്ടോ, പയ്യെ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി വരും, ആൾക്കാരായിട്ട് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും. അത് വളരെ നോർമലായിട്ടും അവർക്ക് തോന്നി തുടങ്ങും.